ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ അതും പറയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കൈ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു ഖത്തറിൽ. ഒരു 3 ദിവസം 4 ദിവസത്തെ അങ്ങോട്ട് പരിപാടിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഇങ്ങനെ പോകണ്ടേ എന്നുള്ളൊരു മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് എല്ലാവരുടെയും ഒരു സ്റ്റാറ്റസും സ്റ്റോറിയും എല്ലാം കണ്ടപ്പോൾ പോയാൽ കൊള്ളാമെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവിടെ നിന്ന് കണ്ടതിൽ വിഷമമായിരുന്നു. കാരണം നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭംഗിയുള്ളൊരു ഈ ഫെസ്റ്റിവൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുള്ളായിട്ട്. ആ ഒരു വിഷമം മാത്രം ഉണ്ടായിരുന്നു. സംഭവം പൊളിച്ചടക്കി. കാരണം നമ്മൾ ഈ ആകാശത്ത് ഇത്ര ഭംഗിയിൽ അവർ ചെയ്യുന്നത് കാണുമ്പോൾ, അപ്പോൾ സീനും സഫ്നയും പറയുന്നുണ്ട്, കാരണം അവർക്ക് ദുബായി പോയിരുന്നല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിനേലും ഭംഗിയാണ് ദുബായിലത്തെ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇവിടത്തെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഇവിടുത്തെ ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ ദുബായിലത്തെ പൊളിയായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അടിപൊളിയായിരുന്നു. കാരണം ആ ഒരു കളറിൻ്റെ ആണെങ്കിലും ഓരോ തീമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു സംഭവം ചെടിയുടെ കൂട്ടത്തിൽ പല രീതിയിലും പല വെറൈറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരാളിറങ്ങി വന്ന് ഇങ്ങനെ ചിപ്പ് ചെയ്തൊന്ന് മുത്തെടുക്കുന്നു. പിന്നെ നമ്മളുടെ പാർലമെൻറ്റൊക്കെ തോന്നുന്നു. അങ്ങനെ ഇതിലൊക്കെ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇത് ഒരു 4 മണി തുടങ്ങി, വൈകിട്ട് 4 മണി തുടങ്ങി രാത്രി 10 മണി വരെയാണ് ഈ ഒരു എന്താ പറയുക സ്കൈ ഫെസ്റ്റിവൽ നടക്കണം. ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഓരോ ഭംഗിയിൽ ഇങ്ങനെ നടക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഫുള്ള് എടുക്കാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും വെറുപ്പിക്കലാവും, എനിക്കും വെറുപ്പിക്കലാവും. അതാണ് മെയിനായിട്ട്. അപ്പോൾ ആ ഒരു ഭംഗിയായിട്ട് കാണുന്നത്. അപ്പം നമ്മളിപ്പോഴായി പിന്നെ ദോഹയിൽ, അപ്പോൾ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ കോർണിഷിലിരുന്നിട്ടായിരുന്നു നമ്മൾ ഫുൾ ഫെയർ വർക്കാണെങ്കിലും പരിപാടികളെല്ലാം ഉണ്ടാവുക. ഇപ്പം ലൂസൈൽ ബോളിവാർഡിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പോയി കാണും. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ പോവാറ്. അപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നില്ലേ, വേൾഡ് കപ്പ് ഉണ്ടായിരുന്നപ്പോൾ മറ്റേ മിസ്സിനെ കണ്ടതൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അബ്ബുവിനെ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ. അവർക്ക് ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ ആ ഒരു ടൈമിൽ അവിടെ നിന്നതും നിൽക്കല്ല, ഞങ്ങൾ കിടക്കുകയാണ് ചെയ്തിരുന്നത് അവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. എനിക്കവിടെ ഫ്രണ്ടും വൈഫൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ ക്ഷീണമായിട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാലും മിസ്സിനെ കാണാൻ പറ്റിയത് വേറെ കാര്യം. അപ്പോൾ ഈ ഒരു പരിപാടി കണ്ടപ്പോൾ ഞാൻ ആദ്യം നമ്മളിലിടണ്ടായെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കണ്ടിട്ടെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ രസം പിടിച്ചപ്പോൾ ഞാൻ എന്നത് നമ്മളിലേക്ക് ഇട്ടാലും നല്ലതല്ലേ. ഇപ്പം ഇത് കാണുമ്പോൾ ചിലപ്പോൾ വ്യൂസൊക്കെ കുറവായിരിക്കാം, കണ്ടില്ലായിരിക്കാം, ഒക്കെ ശരിയാണെങ്കിലും പിന്നീട് ഒരിക്കലും എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കാണാമല്ലോ. അതാണെങ്കിൽ ഞാൻ മെയിനായിട്ട് എടുത്തത് തന്നെ. അപ്പോൾ ആ ഒരു വെറൈറ്റി ഇതായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ളതായിരുന്നു. ആകാശത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് അതെങ്ങനെ, എനിക്ക് അതിൻ്റെ പേര് കുറേയൊന്നും അറിയില്ല. ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അനുക്കേസിനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ട് രസിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ഡ്യൂട്ടി. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണെന്നുണ്ട് സ്കൈ ഫെസ്റ്റിൽ ഫസ്റ്റ് ടൈം ആണെന്നുണ്ട്. നമ്മൾ പെരുന്നാളായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കണം. പെരുന്നാളാകുമ്പോൾ ഇതുപോലെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മൾ ഫെയർ വർക്കൊക്കെ ഉണ്ട്. അത് ആദ്യത്തെ 3 ദിവസം പെരുന്നാളിൻ്റെ അന്ന് തുടങ്ങി ഒരു 3 ദിവസം 4 ദിവസം എങ്ങാനും 4-5 ദിവസങ്ങളുണ്ടാവും നമ്മുടെ ഓരോരോ സ്ഥലത്ത് ഉണ്ടാവാറുണ്ട്. ഇതാണ്ട ഞാൻ പറഞ്ഞ ഒരാളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ചിപ്പിക്കുള്ളിൽ നിന്ന് മുത്തെടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു തീം ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയേ, ഞാൻ കുറേ എടുത്തിട്ട് അത് ഏതിൽ നിന്നൊന്നും ഒരു പിടുത്തം കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഒരു ആകാശത്ത് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നിസ്സാര കാര്യമില്ലല്ലോ, വലിയ സംഭവം തന്നെയല്ലേ അത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നുള്ളൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സംഭവം ഞാനും കണ്ടു. അപ്പോൾ കാണാത്തവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തത് പോലും. ആ ട്രോഫിയാണോ? അല്ലല്ലോ, ട്രോഫിയിലല്ലോ, ഗോറില നിൽക്കുന്നതാണോ? ആണോ, ട്രോഫിയാണോ അത്? ഇത് മറ്റേ പരുന്ത്.
പക്ഷെ പറന്നു പോയുള്ളത് ഇതല്ല പറഞ്ഞത്. പരുന്ത്. ഓ കണ്ണിൽ നിന്ന് മിന്നുണ്ടോ? മിന്നാനിട്ട് സൂക്കാണോ? എയർപോർട്ടാ? വാപ്പിയുടെ അഹമ്മദ് ഉണ്ടാക്കിയത്. പക്ഷെ ഖത്തർ വയസ്സല്ലോ, ഖത്തർ വയസ്സല്ല. ഖത്തർ വയസ്സല്ലേ സഫ്റ്റ്? അത് അപ്പോൾ ഒരു പരുന്തുണ്ട് ഇവിടുത്തെ, എനിക്ക് പേരൊന്നും അറിയില്ല വല്ലാണ്ട്. അപ്പോൾ ആ പരുന്ത് പറക്കുന്നു, ഫ്ലൈറ്റ്, പാർലമെൻറ്റ്, പിന്നെ എന്തിട്ടാണ് അവിടെ ആ ലുസൈലിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്, അങ്ങനെയുള്ള ഒരുപാട് ഇവിടുത്തെ ഈ ഒരു നമ്മൾ ഖത്തർ കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അത് കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ തിരക്ക് കാണാത്തത്. അപ്പോൾ ഇത് ഇപ്പം ഈ 2 ബിൽഡിംഗ് അടക്കം അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു തീമും ഈ ലുസൈലിൻ്റെ ബോളിവാർഡിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തീമും അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ അവിടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവനിക്ക് ഇങ്ങനെ മാറി മാറി എല്ലാം എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇറങ്ങി ഓടണമായിരുന്നു. അങ്ങനെ ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓടിയാൽ എത്തില്ലാത്ത രീതിയിലാണ് ഓടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ പുള്ളി രണ്ടുപേരും അങ്ങനെ കൊണ്ടുപോകണ്ടപ്പോൾ പുള്ളിക്കാരനെടുത്ത് തേളിയിൽ വെച്ചപ്പോൾ കുറച്ച് ഇരുന്നുള്ളൂ കേട്ടോ. ഇത്രക്കോളം നേരം സിനുവിൻ്റെ ഒക്കത്തത് ഇത്രക്കോളം നേരം അങ്ങനെ ഇരുന്നുള്ളൂ. പക്ഷെ കുറച്ച് നേരം ഇരുന്നപ്പോൾ അങ്ങനെ ഇതായി. പിന്നെ എനിക്ക് തൊപ്പിയൊരു കളിക്കണം അനിക്കാട, പിന്നെ തലക്കെട്ടടിക്കുക, അങ്ങനെ കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ കാണാൻ ഇതാക്കാൻ പറ്റുള്ളൂ. എൻജോയ് ചെയ്യാൻ വേഗം എടുക്കണോ സഹിക്കുക തന്നെ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ആളിങ്ങനെ രസം പിടിക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോരുന്നതാണ് കാണുന്നത്. പോരുമ്പോൾ ആൾ കുറച്ച് നേരം ഇരുന്ന്, പിന്നെ നമുക്ക് ആറിട്ടേക്കണ ഒരറ്റത്താണ്, അവിടേക്ക് തിരിച്ചു പോകണം. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്, വേൾഡ് കപ്പിന് വന്നപ്പോൾ ഇത്രയൊന്നും അല്ല, ഇതിലും കൂടുതൽ അപ്പുറത്താണ് നമുക്ക് ആറിട്ടിരുന്നത്, പക്ഷേ ഇത് അത്രയും ലോങ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറേ പേരുണ്ടായിരുന്നത് കാണാനായിട്ട്. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് നമ്മളെ എപ്പോഴും പറയാനുള്ള ടിൻഡു ചേച്ചി തയ്ച്ച ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഞാൻ കോഡ് സെറ്റ് പോലും തയ്പ്പിച്ചത്. തുണി ഉമ്മച്ചിയുടെ നിന്നാണ് ഞാൻ തുണി എടുത്തത്. എൻ്റെ ഉമ്മച്ചി ഇതുപോലത്തെ തുണി കുറച്ച് ഇങ്ങനെ റണ്ണിങ് മെറ്റിൽ വിൽക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തു. പിന്നെ കമ്മലി ഞാൻ കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കമ്മലി ഞാൻ കോഴിക്കോട് മിഠായിത്തെരിയിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ എന്താ പറയുക, നമ്മുടെ നാട്ടിലത്തെ മറ്റേ കുറ്റിപ്പുറത്തൊക്കെ കാണില്ലേ നമ്മൾ പുല്ല്, അതിനെന്തോ പേര് പറയും, അതൊക്കെ ദേ ഇവിടെ സൈഡിലുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത്. അപ്പോൾ എല്ലാവർക്കും ക്ഷീണമുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ പോകണം, വേഗം പോയി കിടക്കണം. ഡ്യൂട്ടി പിറ്റേ ദിവസം ഉള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഫത്വ ക്ലാസ് സ്റ്റാർട്ടായി. 5th അവൾ സ്റ്റാർട്ടായി, അഡ്മിഷൻ ഓപ്പണായി. അതുപോലെ എന്താ പറയുക, ഇതൊരു ജസ്റ്റ് ഒരു സ്കൈ ഫെസ്റ്റിൽ വന്നപ്പോൾ ഞാനതങ്ങനെ ഇട്ടു എന്നുള്ളൂ. അത് ഇഷ്ടപ്പെട്ടാലേ ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.